ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. പ്രപഞ്ചശക്തി നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ ഇപ്പോൾ നേരിടുന്ന സാഹചര്യവുമായി ബന്ധപ്പെട്ട് പ്രപഞ്ചശക്തിക്ക് നിങ്ങളോട് എന്താണ് പറയാനുള്ളത്? ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് സ്റ്റാറിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളെ ഒറ്റപ്പെടുത്തിയവർ, നിങ്ങളെ വേദനിപ്പിച്ചവർ, മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളെ പരിഹാസപാത്രമാക്കി മാറ്റിയ വ്യക്തികൾ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന സമയം പ്രപഞ്ചം കൊണ്ടുവരുന്നു. ഓക്കെ, നിങ്ങളെ ഉപേക്ഷിച്ച് പോയത് ആരാണോ ആ വ്യക്തികൾ, ഇവിടെ 10 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നു. നിങ്ങളുടെ അനുഗ്രഹങ്ങൾ മുഴുവനും 10 അനുഗ്രഹങ്ങളും പ്രപഞ്ചം നിങ്ങൾക്കായി ഒരുക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഏത് വിഷയത്തിലാണോ ഹൃദയം തകർന്നു പോയ നിമിഷം നിങ്ങൾക്കുണ്ടായത്, നിങ്ങളുടെ ബാലൻസ് എല്ലാം നഷ്ടപ്പെട്ട് നിങ്ങൾ ഒന്നിനും കൊള്ളാത്തവരാണെന്ന് വിധി എഴുതിയ ആരാണോ ആ വ്യക്തികളുടെ മുമ്പിൽ നിങ്ങൾ സ്റ്റാർ ആകാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ബാലൻസിങ്ങിൽ വരുന്നു. അത് ഇമോഷണൽ പരമായിട്ടാണെങ്കിലും സാമ്പത്തികപരമായിട്ടാണെങ്കിലും ബാലൻസിങ്ങിൽ വരാൻ പോകുന്നു. ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഹൃദയം തകർന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. പല വ്യക്തികളുടെ മുമ്പിലും നീതിക്ക് വേണ്ടിയിട്ടും ന്യായത്തിന് വേണ്ടിയിട്ടും യാചിക്കുന്നതായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കും. സാമ്പത്തിക കാര്യങ്ങൾക്ക് കടം ചോദിക്കുന്നതായിട്ടുള്ള സിറ്റുവേഷനിൽ കൂടിയായിരിക്കും നിങ്ങൾ കടന്നു പോകുന്നത്. നല്ലൊരു വസ്ത്രം പോലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കത്തില്ല. ഓക്കെ, നിങ്ങൾ ഒരു പക്ഷേ എല്ലാവർക്കും അല്ല, പല വ്യക്തികൾക്കും നിങ്ങൾക്ക് ഒരു പുതിയ വസ്ത്രം വാങ്ങിച്ചിട്ട് തന്നെ കുറേ നാളായിട്ടുണ്ടായിരിക്കാം അല്ലേ? ആ ഒരു സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്ന വ്യക്തികളുമുണ്ട്. ഓക്കെ, ഇവിടെ വേൾഡിൻ്റെ കാർഡ് വന്നിരിക്കുന്നു. പ്രപഞ്ചത്തിൻ്റെ പ്രൊട്ടക്ഷനിലേക്ക് നിങ്ങൾ കടന്നു വരുന്നു എന്നുള്ളതാണ്. വിദേശ യാത്രയുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് ഒരു സെലിബ്രേഷൻ കടന്നു വരുന്നു. നിങ്ങളുടെ വീട്ടിൽ ഉടൻ തന്നെ ഒരു സെലിബ്രേഷൻ കടന്നു വരുന്നതായി കാണുന്നു. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. വളരെ പെട്ടെന്നാണ് വരുന്നത്. നിങ്ങൾ അപ്രതീക്ഷിതമായിട്ടാണ്, നിങ്ങൾ ചിന്തിക്കത്ത് പോലും ഇല്ലാത്ത ഒരു സമയത്താണ് നിങ്ങളുടെ ആഗ്രഹം, നിങ്ങൾ കുറേ നാളായിട്ട് മനസ്സിൽ സൂക്ഷിച്ചിരുന്നതായിട്ടുള്ള ചില സിറ്റുവേഷൻ നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്താൻ പോകുന്നത്. ഓക്കെ, ചില കാര്യങ്ങൾ ബാലൻസിങ്ങിലേക്ക് വരുന്നു. വിദേശവുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്താൻ പോകുന്നതായി കാണുന്നു. അതുപോലെ തന്നെ പ്രപഞ്ചത്തിൻ്റെ ഒരു എനർജിയിലായിരിക്കുന്നു നിങ്ങൾ. ഇത്രയും നാൾ മറ്റു പല വ്യക്തികളാലും നിങ്ങൾ വേദന അനുഭവിച്ചു. പക്ഷേ ഇപ്പോൾ നിങ്ങളിലേക്ക് ആരയക്കുന്നതായിട്ടുള്ള നെഗറ്റീവ് എനർജിയും എത്തുന്നില്ല. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് ഇവിടെ എംബറസിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്? നിങ്ങൾക്ക് ചില സ്ഥാനമാനങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്നുള്ളതാണ്. 6 ഓഫ് വാണ്ടിൻ്റെ എനർജി, ചില വിജയങ്ങളാണ് വരുന്നത്. അപമാനിച്ചവരുടെ മുമ്പിൽ വിജയത്തോടു കൂടി നിൽക്കാൻ പോകുന്നു എന്നുള്ള ഒരു എനർജിയാണ്. നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നതായിട്ടുള്ള ആ നിമിഷം നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുമില്ല, നമ്മളെ അപമാനിച്ച് വിട്ടവരുടെ അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിച്ച് വിട്ടവരുടെ മുമ്പിൽ ഒന്ന് വിജയിക്കണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കും. ആ ഒരു ആഗ്രഹം നിങ്ങളിലേക്ക് വന്നിരിക്കുന്നതായിട്ട് കാണുന്നു. വെറുതെ കിട്ടിയ ഒരു വിജയമല്ല, നിങ്ങളുടെ ജീവിതം കൊണ്ട് വിലയ്ക്ക് വാങ്ങിച്ച, നിങ്ങളുടെ കണ്ണുനീര് കൊണ്ട് വിലയ്ക്ക് വാങ്ങിച്ചതായിട്ടുള്ള ഒരു വിജയമാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ മനസ്സിൻ്റെ ധൈര്യത്തിൻ്റെ എഫേർട്ട് ഇട്ടതിൻ്റെ ഫലമായി നിങ്ങൾക്ക് ആ വിജയം നിങ്ങളിലേക്ക് വന്നു ചേർന്നിരിക്കുന്നതായി കാണുന്നു. ഓക്കെ, താങ്ക് യു. നിങ്ങളിപ്പോൾ ഏത് വിഷയത്തിലാണോ നിങ്ങൾ വേദനിക്കുന്നത്, നിങ്ങളെ അപമാനിച്ചത്, ആ അപമാനിച്ച ആ വ്യക്തികളുടെ മുന്നിൽ തന്നെ നിങ്ങൾ വിജയിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കാർഡ്സ് ആയിട്ടാണ് ഇവിടെ കാണുന്നത്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. 9 ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന നിമിഷത്തിൽ നിങ്ങൾ ഒരുപാട് തകർന്നിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അത് കുടുംബപരമായിട്ടാണെങ്കിലും, കുടുംബ ബന്ധങ്ങളിൽ വന്നിരിക്കുന്ന പ്രശ്നങ്ങളാണെങ്കിലും, സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലും ശരി തന്നെ, നിങ്ങളിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാത്ത വണ്ണം നിങ്ങൾ തകർന്ന്, നിങ്ങൾ മാനസികമായും തകർന്ന്, അതുപോലെ തന്നെ നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത വണ്ണം നിങ്ങൾ തകർന്നിരിക്കുന്ന സിറ്റുവേഷൻ. ഓക്കെ, ജീവനും മരണത്തിനും ഇടയിൽ കിടന്ന് വെപ്രാളപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥയിൽ കൂടി നിങ്ങൾ കടന്നു പോകുന്നതായി കാണുന്നു. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. പാസ്റ്റിലെ ചില കാര്യങ്ങൾ നിങ്ങളെ വല്ലാണ്ട് വേദനിപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. 4 ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തന്നിരുന്നതായിട്ടുള്ള ചില വ്യക്തികൾ, അത് ജോലി സ്ഥലത്തായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ചില സ്ഥാനമാനങ്ങൾ തന്നിരിക്കുന്നതായിട്ടുള്ള ചില വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള പെയിൻ സിറ്റുവേഷൻ കിട്ടിയിരിക്കുന്നു. അതെല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയിൽ നിന്ന് നിങ്ങൾക്കൊരു നല്ല ചതി ലഭിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്.
അത് നിങ്ങളുടെ പാസ്റ്റിൽ നടന്ന കാര്യമായിരിക്കാം. ആ കാര്യം വീണ്ടും വീണ്ടും നിങ്ങളുടെ മനസ്സുകളിൽ ഇങ്ങനെ മെസ്സേജായിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു. ഓക്കെ, നിങ്ങളെ അത് വല്ലാണ്ട് മാനസികമായി വേദനിപ്പിക്കുന്നതായി കാണുന്നു. നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ കഴിയാത്ത വണ്ണം ആ പ്രതികൂല സാഹചര്യങ്ങളിലേക്ക് നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കാരണം നിങ്ങൾക്ക് മുന്നോട്ടുള്ള വാതിലുകൾ പലപ്പോഴും തുറന്നിരിക്കുന്നത് നിങ്ങൾ അറിയുന്നില്ല. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഏസ് ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നു. എല്ലാ കാര്യങ്ങളും ബാലൻസിങ്ങിൽ വരാൻ പോകുന്നു. എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിൽ സക്സസ് വന്നു ചേരാൻ പോകുന്നു. റിലേഷൻ പരമായി ഒരു മാറ്റം വരുന്നു. അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ട് ഒരു മാറ്റം വരുന്നു. സാമ്പത്തികപരമായിട്ട് ഒരു മാറ്റം വരുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇനി നിങ്ങൾ വിശ്രമമില്ലാണ്ട് നിങ്ങൾക്ക് വിജയം നേടിയെടുക്കുന്നത് വരെയും നിങ്ങൾ പ്രയത്നിക്കുവാൻ തയ്യാറാകുന്നു. ഇനി ക്ഷീണിച്ചിരിക്കുന്ന ഒരു വ്യക്തിയല്ല. ജീവിതത്തിൽ സംഭവിച്ചു പോയ ചില സിറ്റുവേഷനെ ഓർത്തിട്ടോ ഇനി ഞാൻ ക്ഷീണിച്ചിരിക്കത്തില്ല. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പല കാര്യങ്ങളും പാസ്റ്റിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെ ഞാൻ വിലയിരുത്തി പഠിച്ചുകൊണ്ട് മുന്നോട്ട് വിജയത്തോടു കൂടി മുന്നോട്ട് പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, എല്ലാ വ്യക്തികളിലുമല്ല, ചില വ്യക്തികൾക്ക് മാത്രമാണ് ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഗ്രോത്ത് വേണമെന്ന് വിശ്വസിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രയത്നിക്കുന്നു എന്നുള്ള ആ ഒരു ഉറച്ച തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നതായിട്ടുള്ള ചില വ്യക്തികളെ ഇവിടെ കാണുന്നുണ്ട്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 7 ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്? എൻ്റെ വ്യൂസ് ഒരുപാട് നാളായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ 9 ഓഫ് വാണ്ടാണ്. ഒരുപാട് നാളായിട്ട് വർഷങ്ങളായിട്ട് ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ വെയിറ്റ് ചെയ്തിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നിറഞ്ഞൊഴുകാൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ ഹൃദയം നിറഞ്ഞു കവിയുന്ന ഒരു സന്തോഷം നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതായിട്ടുള്ള ഒരു എനർജി കാണുന്നുണ്ട്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. 6 ഓഫ് പെൻറ്റിക്കിൾ എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? ഇത്രയും നാളും നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ യാചിച്ചു എങ്കിൽ ഇനി നിങ്ങൾ കൊടുക്കുന്ന വ്യക്തികളായി മാറും. ഇത്രയും നാൾ നമ്മൾ ഇങ്ങനെ വാങ്ങിച്ചു എങ്കിൽ ഇനി നിങ്ങൾ ഇങ്ങനെ കൊടുക്കുന്നതായിട്ടുള്ള നിങ്ങളുടെ കൈ എപ്പോഴും മുകളിലിരിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ മാറും. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. 9 ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. കൊടുക്കുന്ന വ്യക്തിയായി മാറും. ഓക്കെ, നിങ്ങളിൽ നിറഞ്ഞ അനുഗ്രഹിക്കപ്പെടുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് വന്നു ചേരും. നിങ്ങളെ വേദനിപ്പിച്ചവരുടെ മുമ്പിൽ, നിങ്ങളെ തകർത്തവരുടെ മുമ്പിൽ അവരെ പരാജയപ്പെടുത്തിക്കൊണ്ട് തന്നെ നിങ്ങൾ വിജയത്തിലേക്ക് കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഇത് ആരുടെ എനർജി എന്നറിയുന്നില്ല. ഏറ്റെടുക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടേതാണെന്ന് വിശ്വസിക്കുക. നിങ്ങൾ അഫർമേഷനായിട്ട് ഏറ്റെടുക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് നിങ്ങളുടെ ലൈഫിൽ വന്നു ചേരും. താങ്ക് യു യൂണിവേഴ്സ്. ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ശക്തി, ഒരു ഫീലിങ്സ് ഉണ്ടാകുന്നുണ്ട്. ഭയങ്കരമായിട്ടുള്ളൊരു എനർജി ഇതിൽ വരുന്നുണ്ട്. അപ്പം എത്രയും ശക്തിയോടുകൂടി ആരൊക്കെയാണോ ഇത് കാണുന്നത് ആ വ്യക്തികളിലെല്ലാം ഈ ഒരു എനർജി വന്ന് ചേർന്നിരിക്കുന്നതാണ്. റീഡിങ് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറന്നു പോകരുത്. അന്ത്യകാലാഭിഷേകം സകല ജനത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ, തീ പോലെ ഇറങ്ങണമേ, ആത്മനദിയായി പകരണമേ, കാറ്റായി വീശണമേ, ആത്മനദിയായി